ഫ്രണ്ട്സ്, പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ കണ്ട ഒരു ചെറിയ കാഴ്ചയാണ്. കാട്ടിനകത്തു നിന്ന് ഒഴുകി വരുന്ന ഒരു കാട്ടരുവിയാണ്, ഒരു കുഞ്ഞരുവി. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നതിനായിട്ടാണ് ഇവിടെ നിർത്തിയതെന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര മലമ്പ്രദേശമാണ് വിതുര പൊന്മുടി. തിരുവനന്തപുരം ജില്ലയ്ക്ക് 61 കിലോമീറ്റർ വിതുര വഴി വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പൊന്മുടി കടൽ നിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരെയാണ്. അറബിക്കടലിന് സമാന്തരമായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പൊന്മുടിയിലെ കാലാവസ്ഥ വർഷത്തിൽ മിക്കവാറും എല്ലാ സമയവും തണുപ്പും മൂടൽ മഞ്ഞും ഉള്ളതാണ്. പ്രകൃതിയും മലനിരകളും ഏറെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മൾ മലയാളികൾ. എപ്പോഴും ഇടുക്കിയിലും മൂന്നാറിലും ഒന്നും പോകാൻ സാധിച്ചെന്നു വരില്ല. അത്തരത്തിൽ മലനിരകളും മഞ്ഞുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തിരുവനന്തപുരം നിവാസികൾക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന പ്രദേശമാണ് പൊന്മുടി ഹിൽ സ്റ്റേഷൻ. പൊന്മുടിയുടെ തൊട്ടടുത്തുള്ള ഒരു ടൗണാണ് വിതുര. പൊന്മുടിയുടെ ചരിത്രമായി കരുതുന്നത് ആദ്യം ബുദ്ധമത കേന്ദ്രമായിരുന്നു പൊന്മുടി എന്നൊരു വാദമുണ്ട്. വിതുരയിൽ നിന്ന് ബോണക്കാട് പോകുന്ന വഴിയിൽ മണ്ണിനടിയിൽ നിന്നും പ്രദേശവാസികൾക്ക് ലഭിച്ച ബുദ്ധവിഗ്രഹം അവിടുത്തെ ശാസ്താ ക്ഷേത്രത്തിൽ പൂജിച്ചു വരുന്നു. ആദിവാസി വിഭാഗമായ കാണികൾ ഇവിടെ നിവസിക്കുന്നു. വിതുരയിൽ നിന്ന് ബോണക്കാട് പോകുന്ന വഴിയിൽ ഒരു ബുദ്ധക്ഷേത്രം ഉള്ളതായി പറയുന്നു. പൊന്മുടിയിലെ തേയിലത്തോട്ടങ്ങൾ പ്രശസ്തമാണ്. പൊന്മുടി കൊടുമുടിയിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ അകലെയാണ് വിനോദസഞ്ചാര കേന്ദ്രം. ഈ സ്ഥലം എക്കോ പോയിന്റ് എന്നും അറിയപ്പെടുന്നു. സാഹസിക മലക്കയറ്റം തുടങ്ങുന്നതിനുള്ള ഒരു തുടക്ക സ്ഥലമാണ് പൊന്മുടി. പൊന്മുടിക്ക് സമീപത്തായി കാടിനുള്ളിൽ ഒരുപാട് അരുവികളും വെള്ളച്ചാട്ടങ്ങളും നിലനിൽക്കുന്ന വിതുര ഗോൾഡൻ വാലിയും ആകർഷണമാണ്. വിതുര കല്ലാർ നദിയിലേക്കുള്ള ഒരു കവാടവുമാണ് പൊന്മുടി. കൂട്ടുകാരെ, നല്ല രീതിയിൽ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന പൊന്മുടി ഹിൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. വൈകുന്നേരം ഏതാണ്ട് 4 മണിയായിട്ടുണ്ട്. നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്, നല്ല രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. മൂന്നാർ നിൽക്കുന്ന അതേ ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ആ കാണുന്നതെല്ലാം മഞ്ഞാണ്. മൊത്തം 22 ഹെയർ പിന്നുകളാണ് നമുക്ക് പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്ക് എത്തപ്പെടുന്നതിനായിട്ട് കടക്കേണ്ടുന്ന ഹെയർ പിന്നുകൾ. പൊന്മുടിയിലേക്കൊരു റോഡ് യാത്ര ഏതു സമയത്തും ഉല്ലാസകരമാണ്. നഗരത്തിനടുത്ത് ഇത്ര ശാന്തവും പ്രകൃതി സുന്ദരവുമായ പ്രദേശം മറ്റെങ്ങും ഉണ്ടാകാനിടയില്ല. കടൽ തീരത്താണ് തിരുവനന്തപുരം നഗരം. എന്നാൽ പൊന്മുടിയിലേക്കുള്ള യാത്ര തുടങ്ങി 1/2 മണിക്കൂർ പിന്നിടേണ്ട. ഉയരം കൂടുന്ന ഭൂപ്രകൃതിയും ചെറുകുന്നുകളും പച്ചപ്പും തണുത്ത കാറ്റും സ്വാഗതം ചെയ്യും. പൊന്മുടിയിലേക്കുള്ള യാത്രയിലുള്ള ഇടത്താവളമാണ് കല്ലാർ. പൊന്മുടിയുടെ മലനിരകളിൽ നിന്നുത്ഭവിക്കുന്ന കല്ലാർ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഇടമാണിത്. തൊട്ട് മുൻപിൽ ചെയ്ത വീഡിയോയിൽ കല്ലാറിനെ കുറിച്ചും മീൻമുട്ടി വെള്ളച്ചാട്ടത്തെക്കുറിച്ചുമൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്കായി വീഡിയോ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം കമൻറ്റ് ബോക്സിൽ ചേർക്കുന്നതാണ്. പൊന്മുടിയിലേക്ക് എത്തി ഒരു ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. ഹാവ് എ ടീ ബ്രേക്ക്.
ഹലോ ഗൈസ്, നിങ്ങൾ കാണുന്ന ആ മലനിരകളൊക്കെ നിറച്ച് നല്ല രീതിയിൽ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്, നല്ല മഞ്ഞ്, നല്ല തണുത്ത ഒരു ക്ലൈമറ്റാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. 5:30 വരെ നമുക്കിവിടെ നിൽക്കാൻ പെർമിഷനുണ്ട്. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഹില്ലിൻ്റെ ടോപ്പിൽ ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ താഴത്തെ കണ്ട കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാവും. ഹായ് പറയും. ഹായ്. അടിപൊളിയാണ്, അടിപൊളി. മുകളിലേക്ക് കയറും തോറും നല്ല കാറ്റാണ്. വെറും കാറ്റെന്ന് പറയാൻ പറ്റില്ല, തണുത്ത കാറ്റ്.
കൂട്ടുകാരെ, പൊന്മുടിയിലേക്കുള്ള എൻട്രി രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ മാത്രമാണ്. അപ്പോൾ പൊന്മുടിയിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് അവർ ചാർജ് ചെയ്യുന്ന ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 40 രൂപയാണ്. മുതിർന്നവർക്ക് 40 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. 2 വീലറിന് 20 രൂപയാണ് ഫീസായിട്ട് ഈടാക്കിയത്. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, 4 മണി വരെ ഇങ്ങോട്ട് പ്രവേശനം ഉള്ളൂ. അപ്പോൾ വളരെ നല്ലൊരു ട്രിപ്പാണ്. എന്തായാലും നല്ല ക്ലൈമറ്റാണ്. ഈ ഫെബ്രുവരി മാസത്തിൽ വരുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ക്ലൈമറ്റ് ആസ്വദിക്കാൻ കഴിയുന്നതിന് ഗ്യാരണ്ടി, ഈ വീഡിയോ ഗ്യാരണ്ടിയാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ്, ട്രൈംഫ് അച്ചീവേഴ്സ്, എ ചാനൽ ബൈ അരുൺ. ബൈ.